അറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അങ്ങനെ സുഭാഷ് തോമസ് ഏട്ടനെ വിളിക്കുന്ന സമയത്ത് തോമസ് ഏട്ടൻ പറയുന്നുണ്ട്, നിൻ്റെ അനിയന് എൻ്റെ പണം എടുത്തു, ഞാൻ അവനോട് ചോദിച്ചതാണ് നീ പണം എടുത്തോ എന്ന്. ആ സമയത്ത് അവൻ പറഞ്ഞു എടുത്തിട്ടില്ല, എന്നെ നിങ്ങൾക്ക് സംശയമാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നീട് ഞാൻ എൻ്റെ CCTV ക്യാമറ ചെക്ക് ചെയ്ത സമയത്ത് അവന് പണം എടുത്തത് ഞാൻ കണ്ടു. അവൻ എൻ്റെ 5 ലക്ഷം രൂപ എടുത്തിട്ട് അവൻ ഇവിടെ നിന്ന് പോയത്. അവനോട് ഒരുപാട് തവണ ഞങ്ങൾ ചോദിച്ചതാ നീ എടുത്തോ എന്ന്. അപ്പോഴും അവൻ എടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. അവനെ ഞാനൊരു അനിയനെ പോലെയാണ് കണ്ടത്. എന്നിട്ട് അവൻ എന്നോട് ഈ ദ്രോഹം ചെയ്തത്. അവനക്ക് വേണ്ടത് പോലീസ് കൊടുത്തോളും എന്ന് പറയണം. ആ സമയത്ത് സുഭാഷ് പറയും, കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കല്ലേ. അപ്പോൾ തോമസ് ഏട്ടൻ പറയും, അവനെ പോലീസ് കൊണ്ടുപോയി, ഇനി അവനക്ക് വേണ്ടത് പോലീസുകാർ കൊടുത്തോളും, ആ പണം അവർ വാങ്ങിച്ച് തന്നോളൂ എന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയും, അതൊന്നും ചെയ്യല്ലേ, അവന് വെറുതെ വിടുക എന്ന് പറയണം. അപ്പോൾ തോമസ് ഏട്ടൻ പറയും, ഞാൻ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് വെച്ച പണമാണ് അവനെടുത്തത്. അവന് കണ്ടിരുന്നു ഞാൻ പണം എണ്ണുന്നതും വെക്കുന്നതും. അവന് ഇതുപോലുള്ളൊരു ചതി എന്നോട് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാണ്. ഇനി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എന്നോട് ഇനി പറയണ്ട, നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയേ, എത്രയും പെട്ടെന്ന് എൻ്റെ 5 ലക്ഷം രൂപ ശ്രമിച്ചാൽ അവനെ ഞാൻ ഇറക്കാം. പക്ഷേ 5 ലക്ഷം രൂപ തിരികെ നൽകില്ലെങ്കിൽ അവൻ ജീവിതകാലം മുഴുവനും ഇനി ജയിലിൽ തന്നെ ആയിരിക്കും. അങ്ങനെ തോമസ് ഏട്ടൻ ഫോൺ കട്ട് ചെയ്യണേ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത ശേഷം സുഭാഷ്, തോമസ് ഏട്ടൻ ഫോൺ കട്ട് ചെയ്യില്ലേ എന്ന് പറയണം. പക്ഷേ അതൊന്നും കേൾക്കാതെ തോമസ് ഏട്ടൻ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് നിധി പറയുന്നുണ്ട്, ഞാൻ സുധീഷിനോട് ചോദിച്ചതാണ് എവിടുന്നാ പണം എന്ന്. ആ സമയത്ത് സുധീഷ പറഞ്ഞത്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നും കടം വാങ്ങിയതാണെന്ന്, ഒരാവശ്യമുണ്ടായിരുന്നില്ല ആ പണത്തിൻ്റെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണെന്ന് പറയണേ. അപ്പോൾ സുഭാഷ് പറയും, എനിക്ക് ടെൻഷനാവുന്നു, ഇനി എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, സുഭാഷേട്ടൻ ടെൻഷൻ ആവാതിരിക്കുക, എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് പറയണേ. അപ്പോൾ സുഭാഷ് നിധിയോട് പറയും, മോളും ടെൻഷൻ ആവല്ലേ, നമുക്ക് പോയി എന്താ പ്രശ്നമെന്ന് തിരക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ അവിടെ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങാൻ സുഭാഷും നിധിയും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് സുഭാഷ് നിധിയോട് പറയും, മോളെ അകത്തോട്ടേക്ക് വരണ്ട, അല്ലെങ്കിൽ മോള് എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ കയറുകയല്ലേ, മോളിവിടെ പുറത്ത് നിന്നാൽ മതി എന്ന് പറയണം. അപ്പോൾ നിധി പറയും, അത് വേണ്ട സുഭാഷ് ഏട്ടാ, ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറയണേ. അങ്ങനെ സുഭാഷും നിധിയും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് ചെന്ന ശേഷം അവിടെ SIയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ സുധീഷ് എന്ന് പറഞ്ഞ ആളെ കൊണ്ട് വന്നോന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, പണത്തിൻ്റെ കേസല്ലേ, നിങ്ങളകത്ത് ചെന്ന് സാറിനോട് സംസാരിക്കുക എന്ന് പറയാണ്. അങ്ങനെ സുഭാഷും നിധിയും അകത്തോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ സുഭാഷ് CIയെ കാണും. അപ്പോൾ CI പറയും, സിയയോട് സുഭാഷ് അറിയും, ഞാനൊന്ന് സുധീഷിനെ കാണട്ടെ എന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ പറയും, ഒന്ന് ചെന്ന് കണ്ട് സംസാരിക്കുക എന്ന് പറയണം. അങ്ങനെ സുഭാഷ് സുധീഷിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് സുധീഷിനെ പോലീസുകാർ നന്നായിട്ട് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ സുഭാഷ് ചോദിക്കും, എന്താടാ നിൻ്റെ മുഖത്ത്? സുഭാഷ് സുധീഷിനോട് പറയും, തോമസ് ഏട്ടൻ പറഞ്ഞു തോമസ് ഏട്ടൻ്റെ പണം നീ എടുത്തു എന്ന്, അത് സത്യമാണോ ചോദിക്കണം. ആ സമയത്ത് സുധീഷ് ഇങ്ങനെ നിധിയെ നോക്കുകയായിരിക്കും. ആ സമയത്ത് നിധിക്ക് മനസ്സിലായി അത് തന്നെയാണെന്ന്. അങ്ങനെ നിധി സുധീഷിൻ്റെ അടുത്തോട്ടേക്ക് വന്ന് ചോദിക്കും, എനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്ന പണം അതാണോ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷൊന്നും മിണ്ടില്ല. അപ്പോൾ സുഭാഷ് പറയും, നീ ചെയ്തത് തെറ്റല്ലേടാ എന്ന് പറയണേ. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് സുധീഷ് പറയും, സോറി സുഭാഷ് ഏട്ടാ എന്ന്. അപ്പോൾ പോലീസ് പറയും, മതി സംസാരിച്ചത്, ഒരുപാട് സമയമായല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സുഭാഷിനെയും നിധിയെയും പോലീസ് വിളിച്ചു വരുത്തുകയാണ്. സുഭാഷ് പോലീസിനോട് പറയും, സാറേ അത് എൻ്റെ അനിയനാണ് എന്ന് പറയണേ. അപ്പോൾ അവനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയണം. അപ്പോൾ പോലീസ് പറയും, അവനൊരു തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ, അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പണം മോഷ്ടിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നതെന്ന് പറയണേ. അപ്പോൾ സുഭാഷ് പറയും, അവൻ അറിയാതെ ചെയ്തതാണ്. അപ്പോൾ പോലീസ് പറയും, 5 ലക്ഷം രൂപ അവൻ അറിയാതെ ചെയ്തതാണോ എന്നോ. അപ്പോൾ സുഭാഷ് പറയും, സാറേ ഇത് കേസാക്കല്ലേ എന്ന് പറയണം. അപ്പോൾ അയാൾ പറയും, ഇത് എപ്പോഴോ കേസായി എന്ന് പറയണേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ പൈസ ഇവിടെ കൊണ്ടുതാ എന്ന് പറയണേ. അപ്പോൾ സുഭാഷ് പറയും, എത്രയും പെട്ടെന്ന് തരാം സാറേ, എന്നിട്ട് കേസാക്കല്ലേ. അപ്പോൾ പോലീസ് പറയും, ഇത് കേസാക്കി കഴിഞ്ഞു, ഇത് കേസ് തന്ന ആളോട് മാപ്പ് പറഞ്ഞ് ഇത് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ ഇത് കേസാവില്ല, അല്ലെങ്കിൽ ഇത് കേസാകും എന്ന് പറയണം. പിന്നീട് സുഭാഷും നിധിയും നിധിയുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്നതിന് ശേഷം നിധി സുഭാഷിനോട് പറയും, സുഭാഷ് ഏട്ടാ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ടേക്ക് പോകണം. അപ്പോൾ ഫ്രണ്ട്സ് പുറത്തോട്ടേക്ക് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ നിധി പറയും, ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന 5 ലക്ഷം രൂപ എനിക്കിപ്പോൾ തിരിച്ച് തരാൻ പറ്റുമോ, നിങ്ങളത് ചിലവാക്കിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയും, ദിവ്യ പറയും, ഇല്ല ചിലവാക്കിയിട്ടില്ല, ഞങ്ങൾ അതുമായി പുറത്തോട്ടേക്ക് പോയി ബാങ്കിലിടാൻ പോകുകയായിരുന്നു
അപ്പോൾ നിധി പറയും ആ പണം ഒന്ന് എനിക്ക് തിരികെ നൽകാമോ, എനിക്കിപ്പോൾ അത്യാവശ്യം പണം ആവശ്യമുണ്ട്. അപ്പോൾ പണം ആവശ്യമുണ്ട്, ഞാൻ പിന്നീട് എല്ലാം കുറിച്ച് പറയാം. എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ജോലി മാത്രം മതി, ആർക്കിടെക്റ്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്തോളാം, എനിക്കൊരു പാർട്ട്ണർഷിപ്പും വേണ്ട, എനിക്ക് ഈ പണം ഇപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ടാണെന്ന് പറയണം. അപ്പോൾ നിധിയുടെ ഫ്രണ്ട് ശോഭന പറയും ഞങ്ങളുടെ അടുത്ത് പണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിധി ആ പണവുമായി ഓടുകയാണ്. ആ സമയത്ത് ദിവ്യ പറയും പതുക്കെ പോ നിധി എന്ന് പറയും. നിധി പണവുമായി സുഭാഷിൻ്റെ അടുത്തോട്ടേക്ക് വരും. അങ്ങനെ സുഭാഷ് ചോദിക്കും എന്താ മോളെ എവിടെയും ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും സുഭാഷ് ഏട്ടാ, എനിക്ക് വേണ്ടിയിട്ട് സുധീഷ് കൊണ്ടുവന്ന പണമാണ്, ഇതിന് വേണ്ടിയിട്ടാണ് സുധീഷ് അവിടെ നിന്നും ആ പണം എടുത്തത്, ആ പണം ഞാൻ തിരികെ വാങ്ങാൻ പോയതാണെന്ന് പറയും. ആ സമയത്ത് സുഭാഷ് പറയും എന്തിനാ മോളെ ആ പണം തിരികെ വാങ്ങിയത്, നമുക്ക് വേറെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചാൽ പോരായിരുന്നു എന്ന് പറയണം. ആ സമയത്ത് നിധി പറയും അതൊന്നും പോരാ സുഭാഷ് ഏട്ടാ, ഇത് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം, ഇല്ലെങ്കിൽ സുധീഷിനെയും കൊണ്ട് പോലീസുകാർ കോടതിയിലോട്ട് പോകും, അപ്പോൾ അത് കേസാകും, നമുക്ക് എത്രയും പെട്ടെന്ന് ചെന്ന് തോമസ് ഏട്ടനെ കണ്ട് സംസാരിക്കണം എന്ന് പറയണം. അങ്ങനെ സുഭാഷും നിധിയും തോമസ് ഏട്ടൻ്റെ അടുത്തോട്ടേക്ക് പോകുകയാണ്. അങ്ങനെ പണവുമായി അവർ നേരെ തോമസ് ഏട്ടൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. ചെന്നതിന് ശേഷം തോമസ് ഏട്ടനോട് പറയുന്നുണ്ട് തോമസ് ഏട്ടാ, സുധീഷിനൊരു തെറ്റ് പറ്റിപ്പോയി, അത് നിധിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവന് പണം എടുത്തതായിരുന്നു, ഇതാ തോമസ് ഏട്ടാ പണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തോമസ് ഏട്ടന് പണം കൊടുക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.